Namaste children, hope all are fine and keeping safe. Welcome to the new session of our Hindi class. Today we are going to revise our chapters once again. Which all chapters we studied? First chapter we studied a poem, Vanar Se Manav Tak. Second, Kitab Ki Kahani. I hope all written their notes. First we studied a poem, Vanar Se Manav Tak. Vanar Se Manav Tak means the poet Anwar Islam. Poet Anwar Islam, what reveals through this poem? He reveals the origin of the human being. And second chapter, Kitab Ki Kahani, we studied about the origin of letters, books, and where from the writing started, the letters started. രണ്ട് പാഠങ്ങൾ പഠിച്ചതിൽ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ മനുഷ്യൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും രണ്ടാമത് പഠിച്ച ചാപ്റ്ററിൽ ആ മനുഷ്യൻ വികാസം പ്രാപിച്ചതിന് ശേഷം എന്തെല്ലാം ഒരു പുസ്തകം അല്ലെങ്കിൽ അക്ഷരങ്ങൾ വിവേകിയായ മനുഷ്യരിലേക്കുള്ള ഒരു ചുവടുമാറ്റം എപ്രകാരമായിരുന്നു എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ ലെസണിലും പഠിച്ചു. അപ്പോൾ ഈ രണ്ട് ലെസണും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അവിടെ നിന്നാണ് ജീവജാലങ്ങളുടെ ഉദ്ഭവം. ആ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ എന്ന കുരങ്ങുകളിൽ നിന്നും മനുഷ്യൻ ഉണ്ടായതിനു ശേഷം മനുഷ്യൻ എപ്രകാരമാണ് ഇന്ന് കാണുന്ന വിവേകശാലിയായ മനുഷ്യനിലേക്ക് എത്തിയത് എന്നുള്ള ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സും. ഇവ തമ്മിൽ അതുകൊണ്ട് ബന്ധം ഉണ്ട്. So we will revise the first chapter. What all things we studied? We studied tough words and its meanings. കുറച്ച് ടഫ് വേർഡ്സ് അതിലുണ്ട്. അപ്പോൾ അത് പഠിച്ചു നമ്മൾ. ടഫ് വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്. പര്യായവാചി ശബ്ദ. പര്യായവാചി ശബ്ദ. Which all words we studied that പര്യായവാചി ശബ്ദ? Come to page number 13. Vasundhara, Dharti. And these two words are the Paryayavachi Shabda of Prithvi. What is the meaning of Prithvi? Earth. അപ്പോൾ എർത്ത്, പൃഥ്വി എന്ന് പറഞ്ഞാൽ എർത്ത്. അതേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ് വസുന്ധര, ധർത്തി. അപ്പോൾ പര്യായവാചി ശബ്ദം ചോദിച്ചാൽ തന്നിരിക്കുന്ന വാക്കിൻ്റെ രണ്ട് വിധം അതേ അർത്ഥം വരുന്ന വാക്കുകളാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ബന്ദർ, വാനർ, കപി. Then phool. Bandar, you all know that monkey. Phool, pushpa, suman, kusum. So many words are there. നിങ്ങൾക്ക് അറിയാവുന്ന അതേ സെയിം മീനിങ് വരുന്ന വാക്ക് നിങ്ങൾക്ക് എഴുതാം. ഫൂൽ, സുമൻ, പുഷ്പ. Then സാമ്പ്. സാമ്പ് means a snake. അഹി, സർപ്പ്, നാഗ്. So many other words there. If you know the same meaning word for sarp, you can write. Ped, vrich, taru, water. These all വൃക്ഷത്തിൻ്റെ പര്യായങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലെ അതേ അർത്ഥം വരുന്ന വാക്കുകളായിരിക്കണം പര്യായവാചിക്ക് എഴുതേണ്ടത്. പിന്നെ വർണ്ണവിച്ഛേദ്. നമ്മൾ ഈ പാഠത്തിൽ നിന്നും വർണ്ണവിച്ഛേദ് പഠിച്ചു. വർണ്ണവിച്ഛേദ്, വർണ്ണ വിശ്ലേഷൺ, വർണ്ണധ്വനി വിശ്ലേഷൺ. These two words where we studied, but you have to do the varna vichhed. You have to separate the vyanjan and its vowel sound. You want to write it as swara. ആ വവൽസിന്റെ ചിഹ്നങ്ങൾ മാറ്റിയത് സ്വരമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. വർണ്ണ വിച്ഛേദം എന്ന് പറഞ്ഞാൽ വർണ്ണധ്വനി വിശ്ലേഷൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വർണ്ണങ്ങളെ സ്വരത്തോട് ചേർന്ന ഭാഗത്തിലല്ല എഴുതേണ്ടത്. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. Then we will have a look on the question answers.
ജീവാണു മീൻസ് മൈക്രോബ്സ്. ഫസ്റ്റ് ദ മൈക്രോബ്സ് ഒറിജിനേറ്റഡ് ഇൻ ദ വാട്ടർ, അല്ലേ? അപ്പോൾ വെള്ളത്തിലാണ് ആദ്യമായിട്ട് ജീവാണുക്കൾ അവരുടെ ഒരു ഉദ്ഭവം പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്? അവിടെ എഴുതേണ്ടത് എന്താണ്? പാനി എന്ന് എഴുതുക. കഹാം വേർ എന്നുള്ളിടത്ത് പാനി എന്നുള്ളത് എഴുതുക. ആബാദി പഠനയ്ക്ക് കാരണം കോൺ കോൺസി ആസാദി നഹി രഹി. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു? ഖാനെ പീനിക്ക്. അപ്പം എല്ലാം ജീവജാലങ്ങളും വൃക്ഷങ്ങളിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ള ഖാനെ പീനിക്ക് ആസാദി നഹി രഹി. मानव को किसका परिवर्तित रूप माना जाता है? We all know the human being is considered as a transformation of monkeys. അതായത് നമ്മുടെ പൂർവികൾ, ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യം, ആൻസിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഒരു മങ്കീസിൽ നിന്നും രൂപാന്തരം പ്രാപിച്ചു വന്നവരാണെന്നാണ് നമ്മൾക്ക് ഇവല്യൂഷൻ തിയറിയിലും പഠിക്കുന്നത് നമ്മുടെ കവിതയിലൂടെ അൻവാരെ ഇസ്ലാം എന്ന് പറയുന്ന കവി പറഞ്ഞു തരുന്നു. കവിതക്കോ ഗുൻഗുനായ. നെക്സ്റ്റ് കവിത ഗുൻഗുനാന മീൻസ് റിസൈറ്റ്, ഒരു നല്ല ട്യൂണിൽ ചൊല്ലുക എന്നുള്ളതാണ് അർത്ഥം. ആരും തന്നെ അത് ആൻസറായിട്ട് കരുതേണ്ട, ആൻസർ അല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പോയം റിസൈറ്റ്. യു ക്യാൻ റിസൈറ്റ് ദ പോയം ഇൻ യുവർ ഓൺ വേ. ഗീവ് എ ഗുഡ് ട്യൂൺ ടു ദാറ്റ്, യു ക്യാൻ റിസൈറ്റ് ഇറ്റ്. देन लिखिए पृथ्वी पर जीवों के विकास की कहानी कहाँ से शुरू होती है? बंदर और मानव की कौन सी आदतें अब नहीं मिलती? मानव बनने के क्रम में बंदर ने क्या क्या किया और कैसे किया? These question answers we studied and you have to study these all question answers. कविता का मुख्य भाव लिखिए. We left that, no need to study that because if too much question answers will be there for to study, you won't study altogether. That's why one question answers we left. No need to study that. That's an important question, but we are leaving that. Then I told you to study the last 8 lines of the poem, and you have to study these 8 lines, and one stanza will be asked for the exam. രണ്ട് stanza, അതായത് 8 lines. Each stanza contains 4 lines. 4 lines. I told you to study 8 lines, but 4 lines will be asked for the exam. So you need to study these all lines. Okay. 4 വരികളെ എക്സാമിനുണ്ടാവും. അപ്പോൾ ഏത് വരികളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് 8 ലൈൻസിൽ നിന്നും 4 വരികളെ ചോദിക്കും. അപ്പോൾ അതിന് 8 വരികൾ പഠിച്ചിരിക്കാം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പോയം റൈറ്റിംഗ് ഉണ്ടാവും. पुल्लिंग और स्त्रीलिंग शब्द. दादा. दादा means grandpa. Grandma, dadi. Grandma. Dadi is grandma. Grandpa and grandma. Then next, hathi. Hathi is masculine gender. Hathi. Bull elephant and cow elephant means masculine gender. Hathi ഈ കാലത്തിൽ അവസാനിക്കുന്ന എഴുതിയത് പുല്ലിംഗ് ഏകവചനാണ്. ഹഥിനി എന്ന് പറയുന്നത് സ്ത്രീലിംഗ് ഏകവചനം. അപ്പോൾ ഹാത്തി എന്ന് പറയുന്ന എലഫന്റിന് അതിൻ്റെ സ്ത്രീലിംഗ് ഏകവചനം ഏതാണ്? ഹഥിനി. ദാറ്റ്സ് എ ഫെമിനിൻ ജെൻഡർ. Next one, bandar. Bam, ba, anuswaram. Then bandar. Bandar, it's male monkey. Bandaria is female. Bandar, bandaria. Here this also correct. Bandaria, this way we can put a anuswara over this letter. Anuswara, this one is Chandra Bindu, and this shows the Pancham Varna as the 5th consonant of our Varnamala, Vyanjan
ദിസ് വ്യഞ്ജൻ ധ്വനി ത തവർഗങ്ങളിലെ അഞ്ചാമത്തെ പഞ്ചം വർണ്ണമായ ന ത ഥ ദ ധ ന ബണ്ടർ. ദിസ് വേ. ഈ നായാണ് ന എന്നതാണ് നമ്മളിവിടെ അനുസ്വാരമായിട്ട് എഴുതുന്നത്, ഇവിടെ ചന്ദ്രബിന്ദു ആയിട്ട് എഴുതുന്നത്. ദീസ് ടു ആർ കറക്റ്റ്. രണ്ട് തരത്തിലും എഴുതാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകളുടെ കൂടെ ഇത് ഈ അനുസ്വാരവും ചന്ദ്രബിന്ദുവും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല, അവിടെ അർത്ഥവ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതില് അർത്ഥവ്യത്യാസം വരുന്നില്ല. ബായുടെ മുകളിൽ അനുസ്വാരമാണെങ്കിലും ചന്ദ്രബിന്ദു ആണെങ്കിലും അവിടെ അർത്ഥവ്യത്യാസം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എഴുതുന്നതിന് തടസ്സമില്ല. നെക്സ്റ്റ് സാംപ്. സാംപ് ഈസ് സ്നേക്ക്. ചന്ദ്രബിന്ദു ഓവർ there. സാംപ്. ഹിയർ ചന്ദ്രബിന്ദു സാംപ്. പവർഗങ്ങളിലെ പഞ്ചംവർണ്ണായ മ എന്നുള്ള പഞ്ചംവർണ്ണത്തെയാണ് കാണിക്കുന്ന സാംപ്. ദിസ് വേ. This ma is writing here as Chandrabindu. This is male snake and this one is female, feminine gender. This masculine gender and sampin feminine gender. Okay. Then Vilom Shabda. Page number 14 കൊടുത്തിരിക്കുന്ന വിലോം ശബ്ദം. രണ്ട് പാഠത്തിലും വിലോം ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പാഠത്തിൽ നിന്നും വിലോം ശബ്ദം നന്നായിട്ട് പഠിക്കുക. അവികസിത്. അവികസിത് എന്ന് പറയുന്ന വാക്കിന്റെ വിലോം ശബ്ദം ഓപ്പോസിറ്റ് വേർഡ് എങ്ങനെയാണ് വരുന്നത്? അവികസിത്. ഓപ്പോസിറ്റ് വേർഡ് ഇവിടെ അവികസിത് എന്ന് കൊടുത്തിരിക്കുന്ന അത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഹിയർ some words are there when we join r to it will change the meaning and we will get just opposite of that word. This way avikasit, here added a is there. If we remove that a from that word, we will get the opposite word. See, vikasit. Avikasit. Avikasit means undeveloped. Vikasit means developed. Then आकाश, धरती, गुलामी, आज़ादी, उल्टा, सीधा, कांटा, फूल, नई, पुरानी, खत्म, शुरू, बाज, ताज़ी. These all words we seen in the classes. In the previous classes we learned these all. So you study very well. The next chapter, Kitab Ki Kahani. What all things we studied? The origin of books. Which countries used the letters for the first time? Who made the letters and who written this all letters? ഏത് രാജ്യത്താണ് ആദ്യമായിട്ട് ഈ വർണ്ണങ്ങൾ ഒരു ക്രമബദ്ധമായ രീതിയിൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചു തുടങ്ങിയത്? ആരാണ് അവയെ പിന്നെയും ഏത് രാജ്യക്കാരാണ് അവയ്ക്ക് ഒരു വ്യക്തമായ രൂപം കൊടുത്തത്? For the first time, who began to write and what did they use to write? साक्षर व्यक्ति को किताब कैसी लगती है? ഒരു സാക്ഷര വ്യക്തി എന്ന് പറഞ്ഞാൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് പുസ്തകങ്ങൾ അനുഭവപ്പെടുന്നത്? മിഷ്ടാൻ സേ അധിക് മീഠ. കിതാബ് ഹമേ ക്യാ ജാൻകാരി ദേത്തി ഹേ? കിതാബ് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? വാട്ട് ഓൾ ഇൻഫർമേഷൻസ് വി ആർ ഗെറ്റിംഗ് ഫ്രം അവർ ബുക്സ്. प्राचीन काल में ज्ञान को कैसे सुरक्षित रखा जाता था? In olden days, in ancient days, which way we kept our knowledge? पुस्तक छपाई के काम में कौन से आविष्कार महत्वपूर्ण रहे? ഇന്ന് നമ്മൾ പുസ്തകങ്ങളിലെ ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്യുന്ന ആ പ്രിന്റിംഗ് പ്രസ്സുകൾ കാരണമാണ് ഇത്രയധികം ബുക്കുകളും പുസ്തകങ്ങളും എല്ലാം അച്ചടിച്ച് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത് എന്തെല്ലാം കാര്യത്തിൽ എന്തെല്ലാം തരത്തിൽ വികസനത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
किताबों की दुनिया हमारी दुनिया से किस प्रकार अलग है? എപ്രകാരമാണ് പുസ്തകങ്ങളുടെ ഒരു ലോകവും നമ്മുടെ ഒരു ലോകവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വി ക്യാൻ ഹാവ് അൺലിമിറ്റഡ് ബിയോണ്ട് ഇമാജിനേഷൻ വി ക്യാൻ ട്രാവൽ ത്രൂ ദ ബുക്ക്. ബിയോണ്ട് ദ ഇമാജിനേഷൻ wherever we want to go through a book we can go. If we read a book we can imagine so many things. That's a advantage of reading a book, and you have to develop such a beautiful habit of reading books. Okay, कागज को पेपर क्यों कहते हैं? Why we are calling the कागज as paper? സെൻസാർ की पहली पुस्तक कैसे बनी? നമുക്ക് ഇതിൻ്റെ ആൻസർ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റിൽ നിന്നും കണ്ടുപിടിച്ച് ബുക്കിലേക്ക് എഴുതുക. യു ക്യാൻ ഡെവലപ്പ് യുവർ റൈറ്റിംഗ് സ്കിൽ. ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫ്രം ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്. നമ്മൾ വിട്ടുകളഞ്ഞു എന്ന് കരുതി എഴുതാതിരിക്കരുത്. അത് എഴുതിയാൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ പ്രയോജനം. कागज सबसे पहले किसने और किस विधि से बनाया? We left these two question and answers. അപ്പോൾ ഇത് എല്ലാവരും തന്നെ ടെക്സ്റ്റിൽ എഴുതുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിൽ നിന്ന് മാത്രം ഒഴിവാക്കി എന്നേ ഉള്ളൂ. किताबों की दुनिया में जोहान गुटेनबर्ग का क्या योगदान रहा? He is a wonderful man who invented the printing press for the first time. പാഠ് के आधार पर रिक्त स्थान भरे. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് പുസ്തകം നന്നായിട്ട് വായിച്ചിരുന്നാലാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ്? ഫിൻലാൻഡ് के लोगों ने डैश का आविष्कार किया. ഫിൻലാൻഡിലെ ആളുകൾ എന്താണ് കണ്ടുപിടിച്ചത്? ആവിഷ്കാർ എന്ന് പറഞ്ഞ का आविष्कार. അവിടെ ശ്രദ്ധിക്കുക, ഫിൻലാൻഡ് के लोगों ने डैश का आविष्कार. ആവിഷ്കാർ പുല്ലിംഗ ഏകവചനം ആയതുകൊണ്ടാണ് അവിടെ ക എന്നുള്ള കാരകചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രമബദ്ധ വർണ്ണമാല, ക്രമബദ്ധമായ ഒരു ആൽഫബറ്റിക് സിസ്റ്റം, ഒരു സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക് സിസ്റ്റം കൊണ്ടുവന്നത് ഫിൻലാൻഡുകാരാണ്. കലം കി ജഗ ഡാഷ് കാമിലായി ഗയി. അപ്പോൾ എന്താണ് ഒരു പേനയ്ക്ക് പകരം ഉപയോഗിച്ചത്? ഇൻസ്റ്റെഡ് ഓഫ് പെൻ ദേ യൂസ്ഡ് ദ ഫെദർ ഓഫ് പീകോക്ക്. പീകോക്ക് ഫെദർ ദേ യൂസ്ഡ്. മോർ പങ്ക്. ദണ്ഡി എന്ന് പറഞ്ഞാൽ മോറിൻ്റെ പീകോക്കിൻ്റെ തൂവലിൻ്റെ തണ്ട്, അതാണ് ഉപയോഗിച്ചിരുന്നത്. डैश ने धातु से बने अक्षरों के टाइप का आविष्कार किया. किसने किया? धातु से बने अक्षरों के टाइप का आविष्कार जोहान गुटेनबर्ग ने किया. बाइबल के 190 प्रतियां छपने में डैश का समय लगा. അപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ് കൊണ്ട് ഒരു 190 പ്രതി അതിൻ്റെ കോപ്പീസ്, പ്രതിയ മീൻസ് കോപ്പീസ് അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര വർഷമെടുത്തു? 3 साल, 3 വർഷം കൊണ്ടാണ് ഒരു 190 കോപ്പീസ് അടിച്ചു കഴിഞ്ഞത്. അപ്പോൾ 190 അതുപോലുള്ള നമ്പേഴ്സ് ഹിന്ദിയിലേക്ക് അക്ഷരോമേ ലിഖോ, ഹിന്ദി അക്ഷരോമേ ലിഖോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോവാം. ആജ്കൽ കിതാബേ ഡാഷ് पर भी छपी दिखाई देती है. इंटरनेट पर ഇന്നും നമുക്ക് അറിയാം പ്രിന്റിംഗ് പ്രസ് മാത്രമല്ല, ഇന്ന് കുറേ ഡിവൈസസ് ഉണ്ട്. വളരെയേറെ ഡിവൈസസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഇതുപോലെ ധാരാളം കോപ്പികൾ അച്ചടിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്ന് ആജ്കൽ മീൻസ് nowadays. Then वाक्यों के आगे सही या गलत का निशान लगाए. ഇവിടെ നിങ്ങൾക്ക് questions will be asked this way. सही या गलत लिखो. You want to write whether it's true or false. Not to mark that. സഹി എന്നുള്ളതിൻ്റെ ചിഹ്നം ഇടാനറിയില്ല, ചിഹ്നം ഉപയോഗിച്ച് ചെയ്യാനല്ല. നിങ്ങൾക്ക് you want to write സഹി whether it's true or false. അത് കറക്റ്റായിട്ടുള്ളതാണോ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സെൻറ്റൻസ് അത് കറക്റ്റാണോ? ദിസ് വേ. കിതാബ് കാ അസ്തിത്വ 5000 സാൽ പുരാന ഹെ. പുസ്തകങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് 5000 years ago ആണോ? അത് പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇറ്റ്സ് ട്രൂ. ദെൻ യു വാണ്ട് ടു റൈറ്റ് സഹി. Then you want to write the true. If it's true, you want to write the true. If it's false, you want to write the
फॉल्स. ओके. കിതാബോ കി ദുനിയ ഹമാരി ദുനിയ കി ജैसी ही है എന്ന് പറഞ്ഞാൽ അത് അവിടെ തെറ്റാണ് അല്ലേ? ട്രൂ ഫാൾസ്. ट्रू और फॉल्स അതവിടെ गलत यूनानियों ने पहली क्रमबद्ध वर्णमाला का आविष्कार किया. यूनानियों ने नहीं, फिनलैंड वालों ने, फिनलैंड के लोगों ने पहली क्रमबद्ध वर्णमाला का आविष्कार किया. पेपिरस के पत्ते लिखने के काम में लाए गए. वो सही है. അപ്പോൾ ഇതുപോലെ ശരിയാണോ തെറ്റാണോ സെന്റൻസ് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കി എഴുതുക. ദെൻ കം ടു പേജ് നമ്പർ 20. ഹിയർ ഗിവൺ സഫിക്സസ്. സഫിക്സ് ചേർത്ത് എഴുതാനുണ്ടാകും, അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക. പര്യായവാചി ശബ്ദ്, ഈ പാഠത്തിൽ നിന്നുള്ള പര്യായവാചി ശബ്ദം വിലോം ശബ്ദം നന്നായിട്ട് പഠിക്കുക. അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. Then come to page number 21. वाक्य शुद्ध करके लिखे. Correct the sentences. Here written 2 sentences. कागज की आविष्कार चीन में हुई. Here कागज की ആവിഷ്കാർ written there. ആവിഷ്കാർ എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് അതിന് മുന്നേ ഉപയോഗിക്കുന്ന കാരക ചിഹ്നം അതിനനുസരിച്ച് വേണം ഉപയോഗിക്കാൻ. ക എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ കി എന്നതിന് പകരം കായാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കാഗസ് കാ ആവിഷ്കാർ ചീൻ മേ ഹുയി. ഇവിടെ കീ വന്നുകൊണ്ടാണ് ഇവിടെ ഹുയി എന്ന് വന്നത്. ഇവിടെ കാഗസ് കാ ആവിഷ്കാർ ചീൻ മേ ഹുവാ. ചീൻ മേ ഹുയി എന്നല്ല, കാഗസ് കാ ആവിഷ്കാർ ചീൻ മേ ഹുവാ. ഇവിടുത്തെ ശബ്ദം ഈ കാരക ചിഹ്നം വരുന്നതിനും തൊട്ട് ശേഷം വരുന്ന വാക്ക് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ അവിടെ കാരകം ക എന്നാണ് ഉപയോഗിക്കേണ്ടത്. സ്ത്രീലിംഗമാണെങ്കിലാണ് കീ വരുന്നത്. ആവിഷ്കാർ പുല്ലിംഗ ഏകവചനാണ്, പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് അവിടെ ക എന്ന് ഉപയോഗിക്കുക. അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്തണം. हुआ. नेक्स्ट, यूरोप के सभी देशों पुस्तकें छापने लगी. യൂറോപ്പ് के सभी देशों പുസ്തകേ സ്ത്രീലിംഗ ബഹുവചന ആയതുകൊണ്ടാണ് ഇവിടെ പുസ്തകേ ഛാപ്നെ ലഗി എന്ന് വന്ന് ഇവിടെ ഡോട്ട് വന്നിരിക്കുന്നത്. പുസ്തകേ, പുസ്തക്, പുസ്തകേ സ്ത്രീലിംഗ ഏകവചന ആയതുകൊണ്ടാണ് ഇവിടെ ലഗീൻ എന്ന ഡോട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ യൂറോപ്പ് എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രീസിന്റെ കാര്യമാണ് പറയുന്നത്. സഭി ദേശവും എന്ന് പറയുന്നത്. ഈ ദേശവും എന്ന് വരണമെങ്കിൽ ദേശവും കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാരക ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദേശവും എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദേശോമേ, ദേശോസേ, ദേശോക്കെ ഇങ്ങനെ വരുവുള്ളൂ. ഇവിടെ അതൊന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് ദേശവും എന്ന് ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. യൂറോപ്പ് സഭി ദേശ് പുസ്തകേ, പുസ്തകേ വേണം. ദെൻ ഛാപ്നെ ലഗി അല്ല ലഗേ. അപ്പൊ ഇതവിടെ മാറ്റുമ്പോൾ യൂറോപ്പ് സഭി ദേശ്, ദേശ് പുല്ലിംഗ് ശബ്ദമാണ്. അതുകൊണ്ട് ഛാപ്നെ ലഗേ. ഇതുപോലെ ലഗേ, ലഗേ എന്ന് പറയുമ്പോൾ അത് ബഹുവചനവും കൂടിയാണ്. ലഗ, ലഗേ, ലഗി. അവിടെ യൂറോപ്പ് സഭി ദേശ് പുസ്തകേ छापने लगे. सभी देश छापने लगे. Okay, I hope all clear this. ഈകാരം മാറ്റി അവിടെ ഏകാരമാണ് വരേണ്ടത്. Then one more is there. Third one, भारत की प्राचीन इतिहास भोजपत्र पर लिखा गया. Here प्राचीन means ഒരു വിശേഷണമാണ്. कैसा इतिहास? प्राचीन इतिहास. प्राचीन मीन्स एंഷ്യന്റ്. इतिहास लिटरेचर, സാഹിത്യ. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ. ഇതിഹാസ് പുല്ലിംഗ് ശബ്ദമായതുകൊണ്ട് നമുക്ക് ഇവിടെ കി പ്രാചീൻ എന്ന് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതിനനുസൃതമായിട്ടായിരിക്കണം കാരകചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒരു കാരകചിഹ്നത്തില് കി പ്രാചീൻ എന്ന് പറയുന്നത് തെറ്റാണ്. का प्राचीन इतिहास, दिस इज द करेक्ट वन. भारत का प्राचीन इतिहास भोजपत्र पर लिखा गया. ओके, दिस वे ഇത് മാത്രമാണ് കറക്റ്റ് ചെയ്യുന്നത്. भारत का प्राचीन इतिहास भोजपत्र पर लिखा गया. ओके, then
turn the page and come to page number 22. They are given reading for pleasure. We studied 2 lessons based on the origin of creatures and origin of books, and you can know more things about the earth. അതിന് ഭൂമിയുടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാഠം, ഒരു ചെറിയൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധരത്തിക്ക് ദിൻ രാത്. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊന്ന് വായിച്ചു നോക്കുക. ഹിന്ദിയിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വായിച്ചു നോക്കുക. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. യു ക്യാൻ read it for your pleasure. Okay. Now we will see the model question paper. First one, Arth likho. You want to give the meaning of given words. Second, Samanarthak shabd likho. Write the same meaning word. Means just like synonym, one word you want to give in Hindi itself. Hindi itself. Samana artha. Means same meaning word. Then Vilom Shabda, third one, Vilom Shabda. You want to write the antonyms. Antonyms means opposite words. Vilom Shabda, write opposites, otherwise antonyms. Fourth one, Paryavachi Shabda likho. Paryavachi Shabda means synonyms. You want to write the synonyms of given words. Ujit Striling Shabda likho. You want to give the proper feminine gender. Feminine gender eduthuka. उचित स्त्रीलिंग शब्द लिखो. Then sixth one, प्रत्यय जोड़कर लिखो. We studied about the suffix and you should be given with 3 or more words and you want to add the proper suffix there. Seventh one, varna vichhed karo. Varna vichhed, you want to do the separation of letters. Varna vichhed, varna dhvani visleshan. Varna അതുപടി എഴുതി സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കല്ല. വർണ്ണങ്ങളിൽ നിന്നും അതിൻ്റെ കൊടുത്തിരിക്കുന്ന മാത്ര അത് സ്വരങ്ങളാക്കി മാറ്റി എഴുതണം. എയ്ത്ത് വൺ, അക്ഷരോമി ലിഖോ. യു ഷുഡ് ബി ഗിവൺ വിത്ത് 3 years, otherwise 3 numbers you want to write in Hindi. കൊടുത്തിരിക്കുന്ന സംഖ്യ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വർഷങ്ങളെ ഹിന്ദിയിലേക്ക് എഴുതുക. എന്താണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പേഴ്സിനെ കാണിക്കുന്ന സംഖ്യകളെ ഹിന്ദി അക്ഷരങ്ങളാക്കി എഴുതുക. Ninth one, निम्नलिखित गद्यांश पढ़कर प्रश्नों के उत्तर दो. And there will be 2 paragraphs and you have to read the paragraph very well and some questions will be there following the paragraph. You want to give the answer. You should read the paragraph and give the answer for the questions. Then 10th one, वाक्य शुद्ध करके लिखो. Correct the sentences. You want to correct that sentence and you want to write that. The next one, 11th one, उचित शब्दों से पूरा करो. उचित शब्दों से पूरा करो. Fill in the blanks. And some words will be there. You want to choose the correct answer for the space there. You want to fill in the blanks with the correct word. Then 12th, कविता की पंक्तियां पूरी करो. Complete the lines of the poem. You want to complete the lines. Then 13th, सही या गलत लिखो. And some sentences will be there from your text itself and you want to write. If it's true, you want to write there sahi. If it's false, you want to write there galat. Then next one, tuk wale do shabd likho. And 4 lines of the poem will be given to you and you want to choose 2 rhyming words from those lines. Studied that tuk and atukand poem നമ്മൾ കണ്ടു, നമ്മൾ പഠിച്ചു. അത് തുക്ക് എന്ന് പറയുന്നത് എന്താണോ ആ തുക്വാലെ ശബ്ദം ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ലെറ്ററോ അന്ത്യത്തിൽ വരുന്ന ഒരു ലെറ്ററോ ഒരു അക്ഷരമോ അല്ലെങ്കിൽ ഒരു വാക്കോ ഒരുപോലെ ഒരു കവിതയിൽ ആവർത്തിച്ചു വരുന്നതാണ് തുക്ക്. ആ തുക്ക് എന്നുള്ള തുക്ക് അതായത് റൈമിംഗ് വേർഡ്സ് ആ കവിതയുടെ വരികളിൽ ഉണ്ടെങ്കിൽ അവ എടുത്തെഴുതുക. Then 15th one, uttar do. There will be some questions. You should give the answer for that. And this way, the 50 marks questions will be there for the exam. All of you study very well and attend the exam. All the very best for your exams and
happy Onam to all of you. Now it's a time to wind up today's session, and we will meet in the next video session with a new chapter. Till then, stay at home, stay safe, take care. Bye.